ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇറാൻ ഇപ്പോ ഇസ്രായേലിന് മേൽ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഹൈഫ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ആക്രമണമായിരുന്നു ഹൈഫ എന്ന് പറയുന്നത്. ഖത്തർ ആണെങ്കിൽ ഖത്തറിന്റെ ഈ LNG പ്ലാന്റ് സമ്പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കഴിഞ്ഞു ഇറാൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ബെൻ ഗ്യൂറിയോൻ എയർപോർട്ട് ഇറാൻ ആക്രമിച്ചു എന്നുള്ള വാർത്തകളും അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ട്രംപ് നിസ്സഹായനായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതിൽ വന്ന് തലയിട്ടും പോയി, എന്നാൽ പുറത്തേക്ക് ചാടാൻ യാതൊരുവിധ നിർവാഹവുമില്ല എന്ന രീതിയിലാണ്. ഈ യുദ്ധം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അമേരിക്കയിലെ ട്രംപിന്റെ വിശ്വസ്തര് പോലും പറയുന്നു ഞങ്ങൾക്കറിയില്ല ഈ യുദ്ധം എന്തിനാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ചൈന തായ്വാൻ പിടിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ അമേരിക്ക ഗ്രീൻലാൻഡിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഗ്രീൻലാൻഡിലേക്ക് വരുമ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ അവിടെ മറ്റ് രാജ്യങ്ങൾ, അതായത് ജർമ്മനി, ഫ്രാൻസ്, UK, സ്വിറ്റ്സർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അത് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ അധിനിവേശം നടത്താൻ പോകുന്ന അടുത്ത രാജ്യം ക്യൂബയാണ് എന്നും അമേരിക്ക ഇപ്പോൾ പരസ്യമായി പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇറാനിൽ നിന്നൊന്ന് പുറത്തു വന്നാലല്ലേ ട്രംപിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതിനിടയിൽ ഇപ്പോ ഇന്ത്യക്ക് ഒരു എന്താ പറയാ, ഇന്ത്യക്ക് ഒരു സന്ദേശം ഇപ്പോ അമേരിക്ക നൽകിയിട്ടുണ്ട്. നിങ്ങൾ വലിയ കുഴപ്പത്തിൽ കുടുങ്ങാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോട് പറയുന്നത്. അപ്പോ നമ്മൾ ചോദിച്ചു അതെന്താണ് ആ കുഴപ്പം എന്നുള്ള രീതി ചോദിച്ചപ്പോ മുൻ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥ ലിസ കർട്ടസ് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണി അയക്കാവുന്ന വലിയ എണ്ണ പ്രതിസന്ധി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാനായിട്ട് പോവുകയാണ്. ഇതെന്തിനാണ് അവർ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്തിനാണ് പറഞ്ഞത്. എണ്ണ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുകയാണ് എന്നവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണപ്പാടങ്ങളിലും ഓയിൽ റിഫൈനറികളിലും ഈ സ്റ്റോറേജുകളിലും ആക്രമിക്കുന്നത് നിങ്ങൾ നിർത്തണം എന്നാണ് ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പല ആൾക്കാരോടും പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ യുദ്ധം നിർത്തണം, അത് ഇന്ത്യക്ക് സാധിക്കും എന്ന് റഷ്യ പറയുന്നു, ഫിൻലൻഡ് പറയുന്നു, പല യൂറോപ്യൻ രാജ്യങ്ങളും പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ അമേരിക്ക പറയാതെ പറയുകയാണോ ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത് എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയെ ചൂണ്ടിക്കാട്ടുകയാണോ അമേരിക്ക ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് പുറമെ ഈ യുദ്ധം ഇപ്പോൾ അമേരിക്ക ഈ ഇറാന് പുറമെ, അതായത് മിഡിൽ ഈസ്റ്റിന് പുറമെ യൂറോപ്പിലേക്ക് കൂടെ വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണോ അമേരിക്ക നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അമേരിക്ക അത് ചെയ്യുന്നത്? ക്യൂബയെ അമേരിക്ക ആക്രമിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. വളരെ നല്ല ഒരു ചോദ്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു അവസ്ഥയിൽ ഈ ട്രംപിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു താക്കീത് പോലെ ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. കാരണം നെതന്യാഹു തങ്ങൾ അറിയാതെയാണ് ഈ ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് അല്ലെങ്കിൽ വാതക പാടങ്ങൾക്ക് തീയിട്ടത്, ഇല്ലെങ്കിൽ ആക്രമണം നടത്തിയത്, അത് ശരിയായില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ട്രംപ് പോകുന്നു. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും പറയുന്നുള്ള കാര്യമാണ്. കാരണം ഈ ഇറാനെ സംബന്ധിച്ച് അവരുടെ ഈ എണ്ണപ്പാടങ്ങൾ, ഇറാനെ അല്ല, മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യങ്ങളെ സംബന്ധിച്ച് എണ്ണപ്പാടങ്ങൾക്ക് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അന്നത്തിൽ കൈവെക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ഒരു രാജ്യം അവർ അംഗീകരിക്കില്ല. സ്വാഭാവികമായി തന്നെ അത് ഈ മറ്റ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇറാൻ എതിരാണെങ്കിൽ പോലും അവിടുത്തെ ജനം അതിന് ഒരു മാനസികമായ ഒരു പിന്തുണ ഇറാന് കൊടുക്കും. കാരണം അവരുടെ അന്നത്തിലാണ് അവർ കൈവച്ചിരിക്കുന്നത്. പക്ഷെ ഇത് അമേരിക്ക അറിയാതാണ് ചെയ്തത് എന്ന രീതിയിലാണ് ട്രംപ് പറയുന്നത്. പക്ഷെ നെതന്യാഹു പറയുന്നത് അങ്ങനെയല്ല എന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം എങ്ങനെയും തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്നലെ രണ്ടുപേരും, അതായത് നെതന്യാഹുവും ട്രംപും ഒരേപോലത്തെ പ്രസ്താവന ഇറക്കുകയുണ്ടായി. അതിൽ ട്രംപ് പറയുന്നു ഞങ്ങൾ അവരുടെ ആണവശേഷി മുഴുവൻ ഇല്ലാതാക്കി എന്ന് പറയുന്നു. നെതന്യാഹു പറയുന്നു ഇനി അവരൊരിക്കലും പൊങ്ങില്ല, ഞങ്ങൾ അവരുടെ എല്ലാ സൈനിക ശേഷിയും എല്ലാം ഞങ്ങൾ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നെതന്യാഹു പറയുന്നു. അപ്പൊ അതിനർത്ഥം ഇനി വേണമെങ്കിൽ നിർത്താം എന്നാണല്ലോ അതിന്റെ അർത്ഥം. തീർത്തു കഴിഞ്ഞു, ഞങ്ങളിതെല്ലാം തീർത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇനി ആര് മുൻകൈ എടുക്കും ഇത് ചർച്ച ചെയ്യാന്നുള്ളതാണ് ഇനി ഇടയ്ക്കൊരു വിഷയമുള്ളത്. ഇതിനകത്ത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾക്ക് ഈ ഇറാനുമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ കഴിയില്ല. കാരണം അവർക്ക് ഇതിൽ ഏത് രാജ്യമാണ് ഇറാനുമായി സംസാരിക്കാൻ തയ്യാറാവുക? സൗദി തയ്യാറാകുമോ? ഖത്തർ തയ്യാറാകുമോ? മറ്റു രാജ്യങ്ങളൊന്നുമില്ല. ആകെ ഇതിനകത്ത് ഒരേ ഒരു രാജ്യവുമായിട്ടാണ് ഇറാന് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് തന്നെ നിലവിൽ, അത് ഒമാനുമായിട്ടാണ്. ഒമാൻ മാത്രമാണ് ഇതിനകത്ത് അല്പമെങ്കിലും സംസാരിക്കാൻ, കാരണം ഇതിന്റെ ഇടയ്ക്ക് നിന്നിരുന്നത്, ഇതിന്റെ മുമ്പ് നടന്ന ചർച്ചകളിലൊക്കെ ഇടയ്ക്ക് നിന്നിരുന്നതും ഒമാനാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിന്റെ ഭരണാധികാരിയുമായി മാക്രോണുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഒമാൻ ഭരണാധികാരിയുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. പിന്നീട് ഇറാനുമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ സംസാരിച്ചു. അതിനുശേഷം S ജയശങ്കറിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം
നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഊർജ്ജത്തിന് തന്നെയാണ് ഈ ഒരു ഞങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഞങ്ങളുടെ രാജ്യത്തിന് ഊർജ്ജ ആവശ്യങ്ങൾ വേണം, അതിന് ഞങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ തീരേണ്ടതായിട്ടുണ്ട്, അതിന് ഞങ്ങൾ നിശബ്ദമായി ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അതിന് നിശബ്ദമായിട്ടൊരു ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ധനുഷ, ഇതിന്റെ രണ്ട് ഭാഗത്ത് നിൽക്കുന്നവർ മാത്രം കൊണ്ട് കോംപ്രമൈസ് ആയില്ലല്ലോ. ഇടയ്ക്ക് നിൽക്കുന്ന ഒരാൾ വേണമല്ലോ, ഇതിനെ ഇവരെ ടേബിളിൽ കൊണ്ടുവരണമല്ലോ. ടേബിളിലെത്തി ഒരു ഇടനിലക്കാരൻ ആവശ്യമാണ്. ഈ ഇടനിലയ്ക്ക് വരാൻ പറ്റുന്ന രാജ്യങ്ങൾ ആരും തന്നെ ഇല്ല. അവിടെ റഷ്യ വരുമോ? റഷ്യ വന്നു കഴിഞ്ഞാൽ ഇവർ അംഗീകരിക്കുമോ? ഇല്ല. ഇതിനകത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തന്നെ, നോർവേ ഇപ്പൊ അടുത്തടിക്ക് കിടക്കുക. അതിന്റെ ബാക്കി ഇത് അടുത്ത ഭാഗം വരുമ്പോൾ നോർവേയുടെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നരേന്ദ്രമോദിക്ക് ഇതിനകത്ത് ഇടനില നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇത് ഇറാനുമായിട്ട് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് ഇവരിൽ നിന്ന് സംസാരിച്ച് രൂപപ്പെടുന്ന ഒരു ഫോർമുല ഉണ്ടാകുമല്ലോ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട്. അത് ഒമാനെ ധരിപ്പിച്ചുകൊണ്ട് ഒമാന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ചർച്ച എന്ന രീതിയിലേക്കായിരിക്കും ഇത് പോകാനുള്ള സാധ്യത. അപ്പോൾ ഈ രാജ്യങ്ങൾ കാരണം ഒമാനെ സംബന്ധിച്ച് ഇസ്രായേലുമായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാൻ തക്ക ഒരു വലിയ ബന്ധം അവർക്കില്ല. ഇറാനുമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. മോദിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ട് ചർച്ചകൾ നടത്താനും സംസാരിക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും സംസാരിച്ചുകൊണ്ട് ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വരുത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഈ ഫോർമുല ഉരുത്തിരിഞ്ഞ് വന്നാൽ സ്വാഭാവികമായി തന്നെ ഈ പറയുന്ന ഒമാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒമാൻ അതിനൊരു മധ്യസ്ഥത വഹിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ആ രണ്ടു കൂട്ടരെയും കൂടെ വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് പോകാൻ കഴിയും. ഇതിന്റെ ഭാഗമായി ഇങ്ങനെ നേരിട്ട് മോദി ഇറങ്ങുമ്പോൾ മോദിക്ക് കുറച്ചധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഫ്രാൻസിന്റെ ഭരണാധികാരി മാക്രോണെ വിളിച്ച് അദ്ദേഹം സംസാരിക്കുകയും മാക്രോണിന്റെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഒമാനുമായി, കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, നാറ്റോ സഖ്യത്തിൽപ്പെടുന്ന ഒന്ന് രണ്ട് രാജ്യങ്ങളെങ്കിലും ഈ ഇപ്പുറത്തെ സൈഡിൽ വേണമല്ലോ ഒരു യുദ്ധം നിർത്തണമെന്ന് പറയാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തോന്നുന്നു. കാരണം ട്രംപിനും മതിയായി തുടങ്ങി. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പൊ പറയുന്നത് ഞങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് ഇസ്രയേലും പറയുന്നു. അപ്പൊ തീർത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ തീരുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ലോകത്ത് ഉടലെടുക്കുന്നു. ഇതിന്റെ ഗ്യാപ്പിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇനി അത് കാത്തിരിക്കാൻ കഴിയില്ല, 2 മാസത്തിനുള്ളിൽ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ തീരുമാനം എത്തിക്കണമെന്ന് അദ്ദേഹം പറയുകയും അതിന് തൊട്ടു പിന്നാലെ ജർമ്മനി, ഫ്രാൻസ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ, ഇവിടെയാണ് നോർവേയുടെ കാര്യം ഞാൻ പറയുന്നത്, നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു സഖ്യം രൂപീകരിച്ചു ട്രംപിനെതിരെ. രൂപീകരിക്കുകയും അവർ ഓപ്പറേഷൻ ആർട്ടിക് എൻഡോറൻസ് എന്ന് പറയുന്ന ഒരു സൈനിക അഭ്യാസം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഡെൻമാർക്കിൽ. അവര് ഇപ്പോൾ ഈ റോഡുകൾ ഗതാഗതം ബ്ലോക്ക് ചെയ്യുന്ന സ്ഫോടന വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ ഇപ്പോൾ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവര് പറയുന്നത് ഇതിനകത്ത് ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പടി കൂടി കടന്നിട്ട് സൈന്യത്തെ ഇപ്പോൾ ഡെൻമാർക്കിലേക്ക് അയച്ചിരിക്കുന്നു, ഗ്രീൻലാൻഡിന്റെ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. UK ആണെന്നുണ്ടെങ്കിൽ അവരുടെ നിരീക്ഷിക്കാനായിട്ട് കുറെ നിരീക്ഷകരെ അയച്ചിട്ടുണ്ട്. അതായത് ഇതിനെതിരെ ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപ് പറയുന്നത് നിങ്ങൾ കളിക്കുന്ന തീക്കളിയാണ്, അപകടകരമായ കളിയാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കളിക്കുന്ന അപകടകരമായ കളിയാണ്, അത് നിർത്തിക്കോണം, ഇല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. അതായത് ഇവിടെ പാളയത്തിൽ തന്നെ ഒരു പട ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലും ട്രംപ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ക്യൂബ ഇനി പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നെ അത് തകർന്നു കഴിഞ്ഞു, ഇനിയിപ്പോ അതൊക്കെ നമ്മളോട് അങ്ങ് ചേർത്താൽ മാത്രം മതി ക്യൂബ. കാരണം ശരിയാണ്, ക്യൂബയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക അസ്ഥിരത വന്നിട്ട് നാളുകളേറെയായി. ഇപ്പോൾ അവിടെ ഈ ഊർജ്ജ പ്രതിസന്ധി വല്ലാതെ രൂക്ഷം, ഭരണകൂടങ്ങൾക്കെതിരെ ജനം തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യം കൂടെ വെച്ചിട്ടായിരിക്കും ട്രംപ് അത് പറഞ്ഞത്. അതായത് അതിനർത്ഥം ഈ യുദ്ധത്തിന്റെ വേദി ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് താൽക്കാലികമായ ഷട്ടർ വീണാലും ഇല്ലെങ്കിൽ കർട്ടൻ വീണാലും അടുത്ത രംഗം ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന ഗ്രീൻലാൻഡോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ക്യൂബയോ ആകാം. ഇതിനിടയിലാണ് ഈ ചൈനയുടെ നീക്കം, തൈവാന് നേരെ നടത്തുന്ന നീക്കം. ഇതും മറ്റൊരു വേദിയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഷോർട്ട് ബ്രേക്ക് ഇറാന്റെ കേസിൽ സംഭവിച്ചേക്കാം. അടുത്ത എപ്പിസോഡ് ഉടനെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും 2026 ഇതൊന്നും ഒതുങ്ങുന്ന ലക്ഷണങ്ങളോ ഇല്ലെങ്കിൽ സമാധാനപൂർണമായ ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ ക്യൂബയിലേക്ക് ട്രംപ് അധിനിവേശം നടത്തുന്നതിന്റെ കാര്യം എന്താണ്? ക്യൂബ സുരക്ഷിതത്വം, അതാണ് ക്യൂബ. ഇവരുടെ താഴെ തട്ടിൽ കിടക്കുന്ന ഒരു രാജ്യമാണല്ലോ. ഇതോടെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക വഴി, അമേരിക്കയിലേക്ക് മുഴുവൻ ടീമുകളും എന്താ പറയുക എത്തുന്നത് ക്യൂബ വഴിയാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. പണ്ട് അമേരിക്കയിൽ പോകാനായിട്ട് ആൾക്കാർ എളുപ്പ വഴിയായിട്ട് നോക്കിയിരുന്നത് ക്യൂബയാണ്. ക്യൂബയിലെത്തുക പിന്നെ അങ്ങോട്ട് പറക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ അത് ഈ വെനസ്വേലയിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മയക്കുമരുന്ന് മാഫിയ, ചാര പ്രവർത്തനം, ആയുധങ്ങൾ എത്തിക്കുന്നു, ഭീകരവാദികൾക്ക് സഹായം, ആ കുറ്റങ്ങളിലൊക്കെ ട്രംപ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് കൈ കൊടുത്താൽ മതി, ഇതാണ് നിങ്ങൾ ചെയ്ത കുറ്റം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണത്. പിന്നെ ക്യൂബയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം നശിച്ചു കിടക്കുന്ന ഒരു രാജ്യമാണ്. ഈ ദുർബലമായി നിൽക്കുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തുക എന്നൊരു സാധനം ഇല്ലല്ലോ. അവര് കീഴടങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവിടെയും പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. ഇപ്പൊ വെനസ്വേല എന്ന് പറഞ്ഞാൽ അവിടെ മഡൂറോയെ പിടിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത എനിക്ക് തോന്നുന്നു ട്രംപ് ഈ ലോകത്ത് എല്ലായിടത്തും
ചെറിയ ചെറിയ ഭീകര ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോകം എന്നും പൊട്ടിത്തെറിച്ച് നിൽക്കണമെന്ന് പുള്ളിക്ക് എന്തോ ആഗ്രഹമുള്ളത് കണക്കാണ്. ഇപ്പൊ ഈ ക്യൂബയിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ അനവധി സായുധ ഗ്രൂപ്പുകളൊക്കെ ഉള്ളതാണ്. അവരും ഇനി എങ്ങനെയാണ് ഭാവിയിൽ രൂപപ്പെട്ട് വരിക എന്നറിയില്ല. ഇപ്പൊ ഇറാൻ തകർന്നു കഴിഞ്ഞാൽ ഇറാനിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകും. അവരെ എങ്ങനെ ലോകം മെയിൻറ്റെയിൻ ചെയ്യും? ലോകത്തിനാണ് തലവേദന, അല്ലാതെ അമേരിക്കയ്ക്കല്ലല്ലോ ഇത്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്ത് പലയിടത്തും ഇത്തരം ചാവേർ സ്ഫോടനങ്ങളും നടക്കുകയാണ്. ഏതായാലും ക്യൂബയുടെ കാര്യത്തിലും ഗ്രീൻലാൻഡ് കാര്യത്തിലും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ട്രംപ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു യുദ്ധമുഖം ഇവിടെയൊക്കെ തുറക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.